എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത 6 മാസക്കാലം നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. വിദേശത്ത് ജോലി, വിവാഹം, അതുപോലെ സാമ്പത്തിക ഉന്നതി, സർക്കാർ ഉദ്യോഗം, ഭവന നിർമ്മാണം തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന 6 മാസക്കാലം. ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് ഈ 6 മാസക്കാലം കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്നൊന്നായി വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. ആദ്യം തന്നെ പറയാം, മിഥുനക്കൂറിൽ പിറന്ന മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം കാണാതെ പോകില്ല. മറ്റു ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികൾക്ക് അവരുടെ കാര്യതടസ്സങ്ങൾ നീങ്ങി പണം കയ്യിൽ വരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അഗ്നിയുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധകൾ പുലർത്തണം. പ്രത്യേകിച്ച് വീട്ടമ്മമാർ അടുക്കള പണിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ്. മനോവിചാരങ്ങളും ആദിയും ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും കരുതിയിരിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാനും നല്ല സമയമാണ്. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സ്വസ്ഥത വർദ്ധിച്ചു വരും. മുൻകോപം നിയന്ത്രിക്കണം. ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസത്തിന് തടസ്സക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഉദ്യോഗ കയറ്റത്തിന് സാധ്യത 6 മാസത്തിനുള്ളിൽ ലഭിക്കും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങൾ ഗണപതി ഭഗവാന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കും. എല്ലാ തടസ്സങ്ങളും മാറുകയും ചെയ്യും. ഉൾഭയം കുറഞ്ഞു തുടങ്ങും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും അലസത ഉണ്ടാകും. ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ ലഭിക്കും. ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിൽ ആഴ്ത്തും. ഉദരബന്ധിയായ രോഗങ്ങൾ, വായുകോപം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സകൾ ആവശ്യമായിട്ട് വരികയും ചെയ്യും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. വാടക വീടുകളിൽ മാറി താമസിക്കാൻ കുടുംബകലഹം മൂലം
സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കും. സുഖശയനം ഉണ്ടാകും. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധികളും ഉണ്ടാകും. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വാക്കുദോഷം മൂലം പല അനർത്ഥങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. കലഹങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. രോഗശാന്തി ഉണ്ടാകും. ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാനും ഇടയുണ്ട്. കഫക്കെട്ട് മൂലമുള്ള തലവേദന, മുടികൊഴിച്ചിൽ, ത്വക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യത ഉണ്ട്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ സാധിക്കും. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ്. ഭൂമി ഇടപാടുകൾക്ക് മങ്ങലേൽക്കും. പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. അവർ വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം എഴുതി വെക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ്. ഇവർ ദോഷശാന്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകരക്കൂറിൽ പിറന്ന ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ഉണ്ടാകും. ഒപ്പം ചിലവുകളും നിയന്ത്രിക്കാൻ സാധിക്കും. ശരീരത്തിന് ക്ഷീണവും ശക്തിക്കുറവും മൂലം തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാധ്യതകളും ഉണ്ട്. ധനത്തെ സംബന്ധിച്ച കലഹങ്ങൾ മാറിത്തുടങ്ങും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും കുറഞ്ഞു തുടങ്ങും. കലഹങ്ങൾ പോലീസ് കേസാകാതെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. നേത്രരോഗം, ഉദരരോഗം, ഗുഹ്യരോഗങ്ങൾ, അർശോരോഗം, ഗർഭാശയബന്ധിയായ രോഗങ്ങൾ ഇവ കൂടി ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങൾക്ക് സുഖ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരിടത്തും സ്വസ്ഥത കിട്ടാത്ത ചില സാഹചര്യങ്ങളും ഉണ്ട്. ചില ബന്ധുജനങ്ങൾക്ക് ചെറിയ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിക്കുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കുടുംബജനങ്ങൾ പരസ്പരം ഐക്യത്തോടു കൂടി തന്നെ പെരുമാറും. ദാമ്പത്യ കലഹങ്ങളും കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തൊഴിൽ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരെ വരും. തൊഴിൽ രംഗത്ത് കലഹങ്ങൾക്കും ഇടയുണ്ട്. പുനർവിവാഹങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ടു പോകും. വിദ്യാർത്ഥികൾ അലസതയും മടിയും വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ് വരുന്നത്. മകരക്കൂറിൽ പിറന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല അനുഭവങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അയൽക്കാരുടെ ഇടപെടൽ മൂലം തുടർച്ചയായി വിവാഹം മുടങ്ങിയവർക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങി നല്ല വിവാഹ ആലോചനകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാര്യതടസ്സങ്ങൾ മൂലം ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകാതെ വരിക, അതുപോലെ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾക്കും ഒരു അറുതി പ്രതീക്ഷിക്കാം. അഭിമാനം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉപാസനകൾ മുടങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുക്കളോട് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം ഉണ്ടാകും. ഭക്ഷണത്തിലൂടെ വിഷാംശം ഏൽക്കാനും ഇടയുണ്ട്. അന്യദേശവാസം ഉണ്ടാകും. സ്വജനങ്ങളുടെ വേർപാട് മനോവിഷമം കൂടുതലാക്കും. ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം ഈ സമയത്ത് മെച്ചമായിരിക്കില്ല.
ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇനി വിജയസാധ്യതകൾ കൂടുതലാണ്. മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഇവയ്ക്ക് ശമനവും കണ്ടു തുടങ്ങും. ഇവർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം, ഭസ്മാഭിഷേകം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.